എന്നെ കരുതി കൂട്ടിയിട്ട് എൻ്റെ മുഖത്ത് കരിവാരി തേക്കാൻ വേണ്ടിയിട്ട് എന്നെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഇതാര് ചെയ്തതാണെങ്കിലും തക്കതായ പ്രതിഫലം നിയമം കൊടുത്തിട്ടില്ലെങ്കിലും എന്നെയും നിങ്ങളെയും ലോകം മുഴുവനും സൃഷ്ടിക്കപ്പെട്ട റബ്ബ് അവർക്ക് അതിൻ്റെ പ്രതിഫലം കൊടുക്കാതെ ഒരു കാരണവശാലും ഈ ലോകം അവസാനിക്കൂല. ചിലപ്പം അത് കാണാൻ ഞാൻ ഉണ്ടായിന്ന് വരൂല. എനിക്ക് പറയാൻ നിങ്ങൾ ഈ പ്രശസ്ത മാപ്പിളപ്പാട്ട് ഗായിക കണ്ണൂർ സീനത്തിന്റെ വീട്ടിൽ വൻ ലഹരി വേട്ട, ഇതിങ്ങനെ പുറം ലോകം അറിയുമ്പോൾ ഇത് എങ്ങനെയാണ് ജനങ്ങൾ വ്യാഖ്യാനിക്കുക? എന്നെ കള്ളത്തി കട്ടിന് എന്ന് പറഞ്ഞാൽ ഞാൻ സഹിക്കാം, ഞാൻ കൊള്ളയടിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ സഹിക്കാം, ഞാൻ ഒരാളെ കുത്തിക്കൊന്നെന്ന് പറഞ്ഞാൽ ഞാൻ വേണേൽ സഹിക്കാം. പക്ഷേ നാട്ടിന് വിപത്തുണ്ടാക്കുന്ന MDM പോലെയുള്ള കാര്യങ്ങൾ, കഞ്ചാവ് പോലെയുള്ള കാര്യങ്ങൾ, ലഹരി മരുന്ന് പോലെയുള്ള കാര്യങ്ങൾ കണ്ണൂർ സീനത്തെന്ന ഞാൻ ഒരു കാരണവശാലും അതിന് കൂട്ടു നിൽക്കില്ല എന്ന് ഞാൻ 100% ഞാൻ ഇട്ട് പറയുന്നു. കണ്ണൂർ സീനത്തിന്റെ വീട്ടിൽ നിന്ന് MDMA പിടിച്ചു എന്നുള്ളതായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നവമാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത. എന്നാൽ ഈ വാർത്തയുടെ വസ്തുത എന്താണ്? കണ്ണൂർ സീനത്തിൻ്റെ വീടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെ, അത് കണ്ണൂർ സീനത്തിൻ്റെ വീടാണ്. കണ്ണൂർ സീനത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള വീടാണ്. എന്നാൽ അവിടെ കണ്ണൂർ സീനത്ത് താമസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, ഇടയ്ക്കിടയ്ക്ക് എപ്പോഴെങ്കിലും പോയാലായി എന്നുള്ളതാണ്. കാരണം കണ്ണൂർ സീനത്തിൻ്റെ ഭർത്താവ് ഉണ്ടായിരുന്ന കാലത്ത്, അല്ലേ, അദ്ദേഹം ഉണ്ടായിരുന്ന കാലത്തായിരുന്നു അവിടെ അവർ പോയിക്കൊണ്ടായിരുന്നു. എന്നാൽ അവിടെ മറ്റു പലരും താമസിക്കുന്നുണ്ട്. അപ്പോൾ അവരെയാണ് യഥാർത്ഥത്തിൽ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത്. പക്ഷെ അത് പുറത്തേക്ക് വരുമ്പോൾ കണ്ണൂർ സീനത്തിൻ്റെ വീട്ടിൽ നിന്ന് MDMA പിടിച്ചു എന്നുള്ള രീതിയിലാണ്. ആ വാർത്തക്ക് വ്യാപകമായിട്ടുള്ളൊരു പ്രചരണം ഉണ്ടായി. എന്നാൽ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത പലരും കണ്ണൂർ സീനത്തിനെ അറിയാതിരിക്കില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം മാപ്പിള കലാകായിക രംഗത്ത് തൻ്റേതായിട്ടുള്ള കഴിവ് തെളിയിച്ച ഒരു കലാകാരിയാണ്. ഇന്നും അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന, ഇപ്പോഴും ഒരു രീതിയിലും പ്രാധാന്യം നഷ്ടപ്പെടാത്തൊരു കലാകാരിയാണ് കണ്ണൂർ സീനത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അവരെ വിളിക്കുക, അവരോട് കാര്യങ്ങൾ ചോദിക്കുക എന്നത് പോലും ചെയ്യാതെ, യാതൊരു അടിസ്ഥാനവുമില്ലാതെ ആ പേര് കൊണ്ട് മാത്രം ഈ ഒരു കലാകാരി വലിയ രീതിയിൽ വേദനിക്കപ്പെട്ടിരിക്കുകയാണ്. എന്താണ് സംഭവിച്ചത്? എനിക്കും ഇതെന്താണെന്ന് ആദ്യം അത്ര വലിയ മനസ്സിലായിട്ടില്ല. കാരണം ഇതെന്താണ് സംഭവിക്കുന്നതെന്നുള്ളത്. എൻ്റെ ഭർത്താവ്, ഞങ്ങൾ ഒന്നായിട്ട് 10 വർഷം അവിടെ ജീവിച്ചിരുന്നു. ഓർ മരിച്ചിട്ട് 4-5 വർഷമായി. ഈ വർഷത്തിന് ശേഷം ഞാൻ എൻ്റെ ആ വീട് നോക്കാനും ഒരു കുടുംബത്തിന് ഞാൻ എന്നെ ഏൽപ്പിച്ചിരുന്നു. അവർ ഭംഗിയായിട്ട് അവർ നല്ല നിലയിൽ എൻ്റെ വീട് നോക്കിയും വീട് മുറ്റായാലും വീടിൻ്റെ ഉള്ളിലായാലും എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ മോന് 2 വർഷം സൗദിയിലായിരുന്നു. അതിന് വന്നതിന് ശേഷം പിന്നെ ഓനാണ് എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത്. ഇപ്പം 3 വർഷമായി ഓൻ നല്ല നില വെക്കുന്നത്. ഈ ഇത്രയും കാലങ്ങളായിട്ടും എനിക്ക് ഒരു തരത്തിലും ഇങ്ങനെ ഒരു റിപ്പോർട്ട് കിട്ടേ, അല്ല ഇങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവങ്ങൾ ഉണ്ടായി ചെയ്തിട്ടില്ല. അവിടെ അവർ എപ്പോഴും ഇങ്ങനെ ഉപയോഗിക്കാക്കിയ ഇതെല്ലാം ചെയ്യുന്ന ആളാണെങ്കിൽ എന്തെങ്കിലും റിപ്പോർട്ട് എനിക്ക് കിട്ടണ്ടേ. ഇപ്പം ഇതിപ്പോൾ അറിഞ്ഞപ്പോഴാണ് ഇത് എന്താണെന്നുള്ളത് എല്ലാവരും ഇങ്ങനെ പറയുമ്പോഴാണ് എനിക്കറിയണത്. ഈ ഒരു സാധനം അത് എന്താണെന്ന് പോലും എനിക്കറിയില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ട് പോലും ഇല്ല. അത് എന്നെ കട്ടിന് എന്ന് പറഞ്ഞാൽ ഞാൻ സഹിക്കാം, ഞാൻ കൊള്ളയടിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ സഹിക്കാം, ഞാൻ ഒരാളെ കുത്തിക്കൊന്നെന്ന് പറഞ്ഞാൽ ഞാൻ വേണേൽ സഹിക്കാം. പക്ഷേ നാട്ടിന് വിപത്തുണ്ടാക്കുന്ന MDM പോലെയുള്ള കാര്യങ്ങൾ, കഞ്ചാവ് പോലെയുള്ള കാര്യങ്ങൾ, ലഹരി മരുന്ന് പോലെയുള്ള കാര്യങ്ങൾ കണ്ണൂർ സീനത്തെന്ന ഞാൻ ഒരു കാരണവശാലും അതിന് കൂട്ടു നിൽക്കില്ല എന്ന് ഞാൻ 100% ഞാൻ ഇട്ട് പറയുന്നു. എൻ്റെ ഉമ്മാക്ക് 4 പെൺകുട്ടികളായിരുന്നു. ജീവിതത്തിൻ്റെ 2 അറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയിട്ട് പെടാപ്പാട് പെട്ടിട്ട് പാട്ടുപാടിയ പെണ്ണാണ് ഞാൻ. പക്ഷെ എനിക്ക് മാധ്യമ റിപ്പോർട്ടറോട് പറയാനുള്ളത്, ഈ 24-ൻ്റെ എനിക്ക് പറയാൻ, നിങ്ങൾ ഈ പ്രശസ്ത മാപ്പിളപ്പാട്ട് ഗായിക കണ്ണൂർ സീനത്തിൻ്റെ വീട്ടിൽ വൻ ലഹരി വേട്ട, ഇതിങ്ങനെ പുറം ലോകം അറിയുമ്പോൾ ഇത് എങ്ങനെയാണ് ജനങ്ങൾ വ്യാഖ്യാനിക്കുക? ഞാനൊരു പെണ്ണാണ്, ജീവിതത്തിൻ്റെ പട പൊരുത്തിയിട്ട് ഇവിടെ വരെത്തിയൊരു പെണ്ണാണ്. ഞാൻ ആരെ മുമ്പിൽ അങ്ങനെ തോറ്റു കൊടുക്കുന്ന ഒരാളല്ല. ഞങ്ങൾക്ക് തോറ്റു കൊടുക്കാൻ മനസ്സുമില്ല. ഞാൻ ജീവിക്കും ഒരാൾ ഔദാര്യത്തിലല്ലാതെ എൻ്റെ സ്വന്തം ഔദാര്യത്തിൽ. എനിക്ക് ഒരാൾ ഔദാര്യം എനിക്ക് ആവശ്യമില്ല. നിങ്ങളെ സങ്കടം മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അപ്പൊ ഇതില് സംഭവിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, ഈ കണ്ണൂർ സീനത്തിന്റെ വീട്ടിൽ വെച്ച് പിടിച്ചു എന്ന് പറയുമ്പോൾ പോലും അതിനൊരു വിശദീകരണം നൽകാൻ മാധ്യമങ്ങൾ തയ്യാറായില്ല എന്നുള്ളതാണ് ഇവരുടെ ആരോപണം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം തന്നെയാണ്. കാരണം കണ്ണൂർ സീനത്ത് ആ വീട്ടിൽ ഉണ്ടായിരുന്നില്ല എന്നും അവരവിടെ താമസിക്കുന്നില്ലായിരുന്നു എന്നുള്ളതും ഒക്കെ അവർക്ക് പറയാമായിരുന്നു. പക്ഷെ ഇവർക്കിപ്പോ എല്ലാവരോടും അത് വിശദീകരിച്ച് പറയും. ഇപ്പൊ തന്നെ ജനങ്ങൾ മുഴുവനും, ലോകം മുഴുവനും പ്രചരിച്ചിരിക്കുകയാണ് പ്രശസ്ത മാപ്പിള. അത് 1.5 മിനിറ്റിൽ 3 പ്രാവശ്യമാണ് പ്രശസ്ത മാപ്പിളപ്പാട്ട് ഗായിക എന്ന് പറയുന്നത്. ഈ എൻ്റെ ഗാന ശാഖരം എന്തിനാ അവിടെ കൊണ്ടുവന്നു? എൻ്റെ കലനെ നിങ്ങൾ എന്തിനാ എനിക്ക് നശിപ്പിക്കുന്നത്? എൻ്റെ കല ഇതിൽ എന്ത് ഉണ്ടായി? ഞങ്ങൾക്ക് കുറെ കലാകാരന്മാർക്കോ കലാകാരികൾക്ക് ജീവിതം തന്നതല്ലേ, ജീവനും ജീവിതവും നിലനിർത്തി തന്നതല്ലേ നമ്മുടെ കല.
അല്ല, ഇത് ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വീട്ടിൽ വെച്ച് ഈ സംഭവം പിടിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ, തീർച്ചയായിട്ടും ഇതെപ്പോഴാണ് നിങ്ങൾ അറിയുന്നത്? ഇത് കഴിഞ്ഞന്ന് ഇതിങ്ങനെ ആൾക്കാർ പറയുമ്പോ ഈ എക്സൈസ് സംഘം നിങ്ങൾ വിളിപ്പിച്ചായിരുന്നു? വിളിപ്പിച്ചു. എന്നിട്ട് അവരെന്താ നിങ്ങളോട് പറഞ്ഞത്? ഒരു നല്ല മാന്യതയോടുകൂടി അവരെ ഒരു കാരണവശാലും ഒരു തെറ്റു അറിയാൻ നമ്മളെ കൊണ്ട് പറ്റൂല. അവരുടെ ഡ്യൂട്ടിയാണ് അവർ ചെയ്തത്. എന്നെ വിളിപ്പിച്ചു. ഞാൻ പിന്നെ ആദ്യം വീട്ടിലേക്ക് പോയി. അവിടുന്ന് അവർ എൻ്റെ മുമ്പിൽ വെച്ചിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും സെർച്ച് ചെയ്തു. അവരൊന്നും എൻ്റെ മുന്നിൽ യാതൊന്നും ഒരു സംഗതി അവരറിഞ്ഞ് ഇതാക്കിയില്ല. എന്നെ ഒരു 10:30 മണിയാകുമ്പോൾ ഞാനും ഉണ്ടായിരുന്നു, ഈ കുട്ടിയുടെ ഉമ്മ ഉണ്ടായിരുന്നു, വാപ്പ ഉണ്ടായിരുന്നു, ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങൾ അതുപോലെ ഞങ്ങളോട് പറഞ്ഞു ഒരു 10:30 മണിയാകുമ്പോഴേക്ക് സീനത്തൊന്ന് ഓഫീസിലേക്ക് വരണം പറഞ്ഞു. ഒറ്റയ്ക്ക് ഞാൻ വരുന്നില്ല പറഞ്ഞു. അപ്പോൾ എൻ്റെ ഉമ്മയും വാപ്പയും ഒറ്റയ്ക്ക് സീനത്തിന് അയക്കൂല എന്ന് അവരും പറഞ്ഞു. അത് ഞങ്ങൾ ഓഫീസിലേക്ക് പോയി. ഒരു ഇതും ഇല്ലാതെ വളരെ നല്ല മാന്യതയോട് കൂടിയിട്ട്. അതൊന്നും അവര് പറയില്ല. അവര് പറയുന്ന വെച്ചാൽ നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് എന്തെങ്കിലും അറിയോ? കാരണം പിന്നെ ഇത് എന്താണെന്ന് അറിയത് ഭയങ്കര വിപത്താണ്. ഇത് സ്ഥിരമായിട്ട് 3 വർഷം വരെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ 3 വർഷത്തെ ആയുസ് മാത്രമല്ല, 3 വർഷത്തിൽ കൂടുതൽ 10 കൊല്ലത്തിൽ ഒരിക്കലും ഇവർ ജീവിക്കൂല. 3 വർഷം കഴിഞ്ഞാൽ അവർ മാനസിക രോഗിയായിട്ട് മാറും. അതുകൊണ്ട് ഇത് ഇവർ ചെറുപ്പക്കാരല്ലേ. കാരണം അവരുടെ സംസാരം കേട്ട് നമുക്കെല്ലാം സങ്കടം വരും. കാരണം ഇങ്ങനെയൊക്കെ ഉപയോഗിക്കാക്കാന്ന് പറഞ്ഞാൽ അവര് ഭയങ്കര അവര് ഒരു മനുഷ്യന് ജീവൻ നിലനിർത്തണേ. അവർ ജീവനാണ് തിരിച്ചെടുക്കാൻ നോക്കുന്നത്. അല്ല, ഇത് ഈ തെറ്റിദ്ധരിക്കപ്പെടാനുണ്ടായ സാഹചര്യം സ്വാഭാവികമായിട്ടും ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്തത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് നിങ്ങൾ അറിയപ്പെടുന്നതുകൊണ്ട് ആ പേര് വരും. പക്ഷെ അത് കുറച്ചും കൂടി വ്യക്തത വരുത്താമായിരുന്നു. എന്താണ് കണ്ണൂർ സീനത്ത്? അല്ല, ഇവർക്ക് ഒന്ന് തന്നെ കണ്ണൂർ സീനത്ത് എന്ന ഈ കലാകാരിയുടെ നമ്പർ ആരോട് ചോദിച്ചാലും ഇവർക്ക് കിട്ടും. ലൈവിൽ തന്നെ അവരെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളോട് ആ ലൈവിൽ അപ്പൊ തന്നെ വിളിച്ചിട്ട് സീനത്ത് നിങ്ങൾ എവിടെയാണ് എന്താണ് എന്നിക്ക് ഇവരെ എന്നെ പിടിച്ചുകൊണ്ട് റെസ്റ്റോറൻറ്റ് പോകുന്നത് ഇവർ കാണണം. അല്ലെങ്കിൽ ഇവര് മീഡിയക്കാർ മിറ്റത്തുണ്ടെന്നല്ലേ പറയുന്നത്. ഇവരെ പിടിച്ചുകൊണ്ട് പോകുമ്പോഴുണ്ട്. അപ്പൊ എന്തുകൊണ്ട് ഈ മീഡിയക്കാരെ എന്നെ കണ്ടില്ല? ഈ മീഡിയക്കാർക്ക് എന്തിനും പ്രശസ്ത മാപ്പിളപ്പാട്ട് ഗായിക കണ്ണൂർ സീനത്ത്. ഇത് മനസ്സാ വാച കർമ്മണ അറിയാത്തൊരു സംഭവം. ഞാൻ എത്ര ആളോട് ഞാൻ മറുപടി പറയണോ? എനിക്കൊന്നും കൂടി നിങ്ങളോട് പറയാനുള്ളത്, എൻ്റെ ഉമ്മാക്ക് ഞങ്ങൾ 4 പെൺകുട്ടികളാണെങ്കിൽ എനിക്ക് 9 പെൺകുട്ടികൾ പേരക്കുട്ടികളാ. ഈ 9 മക്കളെ ഭാവി ഞാൻ നോക്കേണ്ടവളാണ്. വളരെ ഇല്ലായ്മയിൽ നിന്നും ജീവിതത്തിന്റെ 2 അറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി റോഡിന്റെ മേൽ പെടാപ്പാടുപെട്ടിട്ട് ആയിരക്കണക്കിന് ആൾക്കാരിൽ പോയിട്ട് പാട്ടുപാടിയിട്ട് എല്ലാവരിലും നല്ല പേരും പ്രശസ്തി ഉണ്ടാക്കി ഇവിടം വരെ എത്തിയ പെണ്ണാണ് ഞാൻ. ഒരു തീയിൽ മുളച്ച ഞാൻ ഒരു വെയിലത്തും ഞാൻ പാടൂല എന്നുള്ള പ്രതിജ്ഞ എനിക്കുണ്ട്. എനിക്ക് നന്നാവണം, എനിക്ക് ജീവിക്കണം. ഞാൻ വേറൊന്നും ചെയ്ത് ജീവിക്കൂല. ഞാൻ പാട്ട് പാടും. അള്ളാഹു എനിക്ക് അതിനുള്ള കഴിവ് തന്നത് പാട്ടിൽ കൂടിയാണ്. ഞാൻ സംഗീതം പഠിച്ചിട്ടില്ല. എനിക്കൊരു പിച്ച് പോലും പറഞ്ഞു കൊടുക്കാൻ അറിയില്ല. ഇന്നും സ്റ്റേജിൽ കയറുമ്പോൾ കാലിൻ്റെ അടി മുതൽ തലവരെ വെറുക്കുന്ന ഒരു പെണ്ണാണ് ഞാൻ. എനിക്ക് ഭയങ്കര പേടിയാണ് സ്റ്റേജിൽ കയറുമ്പം വരെ. ഞാൻ ഈ സ്റ്റേജിൽ കയറുമ്പോൾ പേടിക്കണേ. ഞാൻ ഇത്തരം കാര്യങ്ങൾക്ക് ഞാൻ ഞാൻ കൂട്ടു നിൽക്കൂല. നിങ്ങൾ എന്നെ എന്താണെന്നെങ്കിലും പറഞ്ഞോ, എന്നെ എത്ര മോശക്കാരി എന്ന് പറഞ്ഞോ, ഈ ഒരു കാര്യത്തിന് കൂട്ടു നിന്നോ, ഈ ഒരു കാര്യത്തിൽ എനിക്ക് പങ്കുണ്ടോന്ന് മാത്രം എന്നെ പറയരുത്. ചെയ്യൂല. 100% അതാരും അങ്ങനെ വിശ്വസിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇവിടെ വന്നൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത്, ഇപ്പോൾ സ്വാഭാവികമായിട്ട് എൻ്റെ വീട്ടിൽ ഇപ്പം ഞാനൊരു വീട് കെട്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അവിടെ താമസക്കാരുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ആ വീട്ടിൽ ഒരു റൈഡ് നടക്കുമ്പോൾ അത് എൻ്റെ പേരാണെങ്കിൽ ഖാദർ കരിപ്പൊടിയുടെ വീട്ടിൽ വെച്ച് പിടിച്ചു എന്ന് പറയും. പക്ഷെ അതിലൊരു വിശദീകരണം നൽകാമായിരുന്നു. എന്താണ്? ഖാദർ കരിപ്പൊടി ഇങ്ങനെ വാടകയ്ക്ക് കൊടുത്ത ഒരു വീടായിരുന്നു, സ്വാഭാവികമായിട്ട് ആ വീട് നോക്കാൻ വേണ്ടി കൊടുത്തിട്ടുള്ള ആളുകളിൽ നിന്നാണ് ഇത് പിടിച്ചത് എന്ന് പറയാമായിരുന്നു. അപ്പം അങ്ങനെ ഒരു വിശദീകരണം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവർക്ക് കുറേ മറുപടികൾ പറയേണ്ടി വരും. ഇനി നമ്മൾ ഈ MDMA എന്നൊക്കെ പറയുന്ന കുട്ടികൾ എല്ലാവരും വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നു. ഒരുപാട് കുടുംബജീവിതങ്ങൾ തകരുന്നു, ഭാര്യ ഭർത്താക്കന്മാരുടെ ജീവിതം തകരുന്ന വിഷയമാണ്. അപ്പോൾ കണ്ണൂർ സീനത്ത് അടക്കം അതിനെതിരാണ്. അപ്പൊ ഈ സംഭവം അവര് പിടിച്ചെടുത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. ആ സംഭവം എന്തെങ്കിലും ഒന്ന് പറയാം? സംഭവം പറഞ്ഞെന്ന് വെച്ചാൽ ഇതന്നെ ഞാൻ പറഞ്ഞല്ലോ. പിന്നെ എന്താണ്, അവിടെ പോയപ്പോൾ അവരൊരു ത്രാസ് ഉണ്ടായിരുന്നു. ആ ത്രാസിൽ പിന്നെ എന്തോ ഒരു ഇത്ര വണ്ണുള്ള എന്തോ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ ഒരു വെള്ള പോലത്തെ എന്തോ സാധനം ത്രാസിൽ. അപ്പോൾ പിന്നെ അവർ വിശദീകരണം തന്നെന്ന് പറഞ്ഞാൽ അത് കാണിക്കലല്ലായിരുന്നു. അവർ വിശദീകരണം ഈ സാധനം ഉപയോഗിച്ചാലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയോ? ഞാൻ പറഞ്ഞല്ലോ 3 വർഷം വരെയാണ്. അതാണ് വിശദീകരണം അവർ തന്നിട്ടുള്ളൂ. ഇത് ചെറുപ്പക്കാരല്ലേ, ഇത് എത്ര കുട്ടികളാണ് ഇതിൽ നശിക്കുന്നത്, എത്ര കുടുംബമാണ് തകരുന്നത് എന്നുള്ള വിശദീകരണം മാത്രമേ തന്നിട്ടുള്ളൂ. പിന്നെ എന്നോട് ചോദിച്ചിരുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും പങ്കുണ്ടോന്നൊക്കെ ചോദിച്ചിരുന്നു. അത് സ്വാഭാവികം. എൻ്റെ വീട്ടിൽ വെച്ചിട്ട് ഇങ്ങനൊരു സംഗതി നടന്നുമ്പോൾ അവർ സ്വാഭാവികമായിട്ട് എന്നോട് ചോദിച്ചു ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പങ്കുണ്ടോന്ന്. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എന്നെ കണ്ടിട്ട് തോന്നുന്നുണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ ഇന്നേരം വരെ മരണം വരെ ഇങ്ങനത്തെ ഒരു കാര്യത്തിന് ഞാൻ കൂട്ടു നിൽക്കൂല. എനിക്കിത് അറിയൂല. അല്ല, അത് തന്നെയാണല്ലോ ഇപ്പൊ എക്സൈസ് സംഘം സ്വാഭാവികമായിട്ട് നിങ്ങൾ വിളിപ്പിച്ചതിന് ശേഷം നിങ്ങളെ
അവർ നല്ല രീതിയിൽ സ്വന്തം വീട് നമ്മുടെ വീടല്ലേ, ആ ഇതിൽ പങ്കുണ്ടായിരുന്നു, നിങ്ങൾ ഇന്ന് അറസ്റ്റിലാണ്ടാണ്. അത് തന്നെ. അപ്പൊ സ്വാഭാവികമായിട്ട് അതില്ല എന്നുള്ളത് ജനങ്ങൾക്കറിയാം. അപ്പൊ എന്തായാലും ഇങ്ങനെ ഒരു വ്യക്തത, അല്ലെങ്കിൽ ഞാൻ എന്റെ പേരിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് ചില വ്യാജമായിട്ടുള്ള പ്രചരണമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അത് തിരുത്തണം എന്നുള്ള ഉദ്ദേശശുദ്ധിയോടുകൂടി. സോറി, നിങ്ങൾക്ക് പങ്കുണ്ടോന്നല്ല, നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും അറിയോന്നാ ചോദിച്ചത്. പങ്കുണ്ടോന്ന് ചോദിച്ചില്ല, സോറി ഏട്ടാ, പങ്കുണ്ടോന്നല്ല, നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും അറിയോന്ന് അങ്ങനെയാണ് ചോദിച്ചത്. സ്വാഭാവികമായിട്ട് ഇവര് ഇപ്പൊ എന്നോട് ഇപ്പൊ ഞാൻ വന്ന് ചർച്ച ചെയ്യുന്ന സമയത്ത് പറഞ്ഞ കള്ളായിരുന്നു എങ്കിൽ നമുക്ക് കുടിച്ചതിന്റെ സ്മെല്ലെങ്കിലും മണത്തിട്ട് മനസ്സിലാക്കാമായിരുന്നു. അത് ഇത് എങ്ങനെയാണ് മനസ്സിലാക്കാൻ സംഭവം ആർക്കും അറിയില്ല. കാരണം നോർമലായി അല്ല, ഞാൻ ചോദിച്ചു ഇത് മണക്കുന്നതാണോന്ന്, ഇത് വല്ല മണം വരുന്ന സാധനമാണോന്ന് ചോദിച്ചു. അവർ പറഞ്ഞത് മണക്കൂല, എല്ലാവരും പറഞ്ഞു മണക്കൂല. അപ്പൊ കള്ളാ മറ്റാണെങ്കിൽ ഇവര് കള്ള് കുടിച്ചിട്ട് അത് മണത്തിന്നെങ്കിലും പറയാ ഇത് വാങ്ങും. ഇത് ഇവർ കഴിച്ചാൽ എന്താണെന്നുള്ളത് ഞാൻ അങ്ങോട്ട് ചോദിക്കണേ, എന്താ ഇവർക്കാവാ? കാരണം നമ്മൾ പോകുകയും പേരിൽ ചെയ്യുന്നല്ലേ, ഇത് എന്താണെന്ന് നമുക്ക് അറിയണ്ടേ. എന്തായാലും ഇവിടെ ഒരു നിരപരാധിയായിട്ടുള്ള ഒരാൾ, അതും ഇത്രയും മാരകമായിട്ടുള്ള MDM എന്നൊക്കെ പറയുന്ന മാരകമായിട്ടുള്ള സംഭവം, അത് ആര് ചെയ്തു കഴിഞ്ഞാലും നമ്മൾ അതിനെതിരെ ശബ്ദിക്കണം. ഒരു സംശയം വേണ്ട, ഒരുപാട് കുട്ടികളും ഒരുപാട് കുടുംബങ്ങളും ഒക്കെ അതിൽ ബലിയാടായി പോകുന്നുണ്ട്. പക്ഷെ അതിന്റെ പേരിൽ നിരപരാധിയായിട്ടുള്ള ഒരാളെ വേട്ടയാടുന്നതിൽ നിന്ന് ലഹരി വിമുക്തമാക്കുന്ന ഒരു ഇത് നമ്മൾ അദ്ദേഹം വന്നപ്പോൾ നമ്മൾ രണ്ടാളും ഉണ്ടായിരുന്നു, ബോബി ചെമ്മന്നൂർ. അതിൽ സ്റ്റേജിൽ കയറിയിട്ട് പങ്കെടുത്ത ആളെ ഞങ്ങൾ രണ്ടാളും. അങ്ങനെ ഒരു പങ്കെടുത്തിട്ട് ഇങ്ങനെ ഒരു സംഗതിക്ക് കൂട്ടി നിൽക്കുക, ഇങ്ങനെ ഒരു സംഗതി അറിഞ്ഞിട്ട് അറിയാത്ത പോലെ നടന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഏതും മക്കുണ്ടായ അതൊരു വലിയൊരു ഓർമ്മയാണ്. കാരണം നമ്മൾ രണ്ടുപേരും വിമുക്ത പരിപാടിയിൽ പങ്കെടുത്തിരുന്നു കാസർഗോഡ്. നമുക്ക് രണ്ടുപേർക്കും ഗോൾഡും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അങ്ങനെ ഒരു പങ്കെടുത്തിട്ട് ഇതിന് പിന്നെ ഞങ്ങൾ കൂട്ടു നിൽക്കല്ലേ, ഇത് നമ്മൾ അറിഞ്ഞിട്ട് അറിയാത്ത പോലെ മൂടി വെക്കുക ചെയ്തിട്ടുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും മൂടി വെക്കുക ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ, ഞങ്ങൾ എങ്ങനെ ഞങ്ങൾ ഉമ്മാനും ഉപ്പാനും പറയിപ്പിക്കുന്നതിനേക്കാളും ഇതല്ല അത്. എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് വേറൊന്നുമല്ല, പറ്റുവാണെങ്കിൽ അത് തിരുത്തുക. അപ്പൊ തിരുത്താൻ തയ്യാറാവുമോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. പറ്റുവാണെങ്കിൽ അത് തിരുത്തുക എന്നുള്ളതാണ്. എങ്ങനെ തിരുത്തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിശദീകരണം, ഇങ്ങനെയായിരുന്നു സംഭവം എന്നുള്ളത് പറയാം. കാരണം ആരും അറിയാത്തൊരു കലാകാരിയൊന്നുമല്ല, മറിച്ച് മാപ്പിളപ്പാട്ടിന്റെ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് തന്നെ നമ്മൾ എടുത്തു പറയുന്ന പേരുകളിൽ ഒന്ന് തന്നെയാണ്. എനിക്ക് പറയാനുള്ളത്, വളരെ കുഞ്ഞുനാളിലെ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഈ പടപ്പൊരുക്കം നടത്തിയിട്ടാണ് ഞാൻ ഇവിടം വരെ എത്തിയത്. എന്നെ സ്നേഹിക്കുന്ന, എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ജനങ്ങൾ, 2 ദിവസമായിട്ട് എനിക്ക് വരുന്ന കോളുകൾ, ചെറിയ തട്ടിൽ നിന്നും വലിയ തട്ടിൽ ഉള്ള ആൾക്കാർ, മക്ക, മദീന, സൗദി ഉള്ള രാജ്യങ്ങളും കുവൈത്ത്, ഗൾഫ് രാജ്യം മൊത്തം, കേരളത്തിൽ, ഇന്ത്യയിൽ മൊത്തം എനിക്ക് ഓരോ കോളുകളും എൻ്റെ വാട്സപ്പ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഒരു കാരണവശാൽ ആത്മധൈര്യം കൈവിടരുതെന്നും നിങ്ങളങ്ങനെ ചെയ്യില്ല എന്നും ഇത് കരുതി കൂട്ടിയിട്ട്, എന്നെ കരുതി കൂട്ടിയിട്ട് എൻ്റെ മുഖത്ത് കരിവാരി തേക്കാൻ വേണ്ടിയിട്ട്, എന്നെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്, ഇതാര് ചെയ്തതാണെങ്കിലും തക്കതായ പ്രതിഫലം നിയമം കൊടുത്തിട്ടില്ലെങ്കിലും എന്നെയും നിങ്ങളെയും ലോകം മുഴുവനും സൃഷ്ടിക്കപ്പെട്ട റബ്ബ് അവർക്ക് അതിൻ്റെ പ്രതിഫലം കൊടുക്കാതെ ഒരു കാരണവശാലും ഈ ലോകം അവസാനിക്കൂല. ചിലപ്പം അത് കാണാൻ ഞാൻ ഉണ്ടായിന്ന് വരൂല. ഇനി മേലിൽ ഏത് മീഡിയക്കാരായിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, ഇനി മേലിൽ നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ ഒന്നിക്ക് അവരെ വിളിച്ച് അന്വേഷിക്കുക, ഇതിൻ്റെ സ്ഥിതിഗതികൾ എന്താണെന്ന് അറിയുക, എന്നിട്ട് നിങ്ങൾ ഇത് ചെയ്യുക. അത്ര വേദന എനിക്കുണ്ട്. ഞാൻ അത്രയും കഷ്ടപ്പെട്ടിട്ട് എൻ്റെ മക്കളെ വളർത്തി വലുതാക്കിയത്, ഒരാളെ സഹായം ഇല്ലാതെ. മോളെ നല്ല നിലയിൽ കല്യാണം കഴിപ്പിച്ചു, മോനെ കല്യാണം കഴിപ്പിച്ചു, 9 പെൺകുട്ടികളാ, പേരക്കുട്ടികൾ. ഈ മക്കളെ ഭാവിയാണ് നിങ്ങൾ ഒരൊറ്റ നേരം കൊണ്ട് എനിക്ക് തകർക്കാൻ വേണ്ടി പോയത്. സങ്കടപ്പെടേണ്ട എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. എന്തായാലും ആ തെറ്റ് തിരുത്താൻ തയ്യാറാവുക എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു വീട്ടിൽ, അതായത് സംഗതി എൻ്റെ വീട്ടിലാണ് കാതർ, എൻ്റെ വീട്ടിലാണ്. പക്ഷെ അത് പ്രശസ്ത മാപ്പിളപ്പാട്ട് ഗായിക അതിങ്ങനെ എടുത്തു പറഞ്ഞു. എന്തിന് സീനത്ത് കരീം ഭർത്താവ് മരിച്ചിട്ടുണ്ടെങ്കിൽ പേര് ബാക്കിയുണ്ടല്ലോ. ഞാൻ ഒരുപാട് പോലും അത് കൊടുക്കാത്തതിൻ്റെ കാരണം, എൻ്റെ ഭർത്താവിന് ഞങ്ങൾ 2 ഭാര്യമാരാണ്. എൻ്റെ ഭർത്താവിൻ്റെ പേരിലുള്ള വീടാണ്, അത് വിൽക്കാൻ വെച്ചിരിക്കുകയാണ്. അതിൻ്റെ വില അവർ നമുക്ക് എടുത്ത വില പോലും കിട്ടാൻ അവർ പറയാത്തത് കൊണ്ടാണ് നമ്മൾ കൊടുത്തു ഒഴിവാക്കാത്തത്. ഇത് 2 ഭാര്യമാർക്ക് തുല്യമായിട്ട് എടുക്കേണ്ട വീടാണ്. അവർക്ക് ഇല്ലായ്മ ചെയ്തിട്ട് ഒരിക്കലും ആ സ്വത്ത് മുതലും ഞാൻ കൈക്കലാക്കാൻ ഞാൻ തയ്യാറല്ല. എൻ്റെ ജീവിതത്തിൻ്റെ, എൻ്റെ പാട്ടിൻ്റെ 90% കിടക്കുന്നത് ആ വീട്ടിലാണ്. ആ വീട് നിർമ്മിക്കാനാണ്. അത് അള്ളാഹ്ക്കും എൻ്റെ ഭർത്താവിനും എനിക്കും അതറിയാം. ശരി, സങ്കടപ്പെടണം. നമുക്ക് എന്തായാലും
കൂടുതലൊന്നും പോകാനില്ല, മറിച്ച് ആ ഒരു തെറ്റ് തിരുത്താൻ നിങ്ങൾ തയ്യാറാവണം എന്നുള്ളത് ഏറ്റവും എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് എൻ്റെ അയൽവാസികളാണ്. ഇത്രയും നല്ലൊരു അയൽവാസികൾ കൊയ്ക്കര, അവരോട് എനിക്ക് എന്നും നന്ദിയും കടപ്പാടും ബഹുമാനമുണ്ട്. അത്രയും എനിക്ക് സമാധാനവും സന്തോഷവും. ഇതൊക്കെ കഴിഞ്ഞിട്ടും എന്നെ വിളിച്ച് സീതാത്ത വേദനിക്കരുത്, വിഷമിക്കരുത്, പ്രയാസപ്പെടരുത് എന്ന് പറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ അയൽവാസികൾ, നിങ്ങളോട് ഞാൻ എന്നും നന്ദിയുള്ളവരാണ്. കാരണം ഒരു നാട്ടിൽ ഒറ്റയ്ക്ക് കണ്ണൂർക്കാരിയായ ഞാൻ ചങ്ങരംകുളം നടന്ന കൊയ്ക്കര പോയി താമസിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളെ എല്ലാവരും അത്ര അറിയണമെന്നൊന്നുമില്ല. നമ്മൾ അഹങ്കാരിയാണോ അല്ല നമ്മളെങ്ങനെ നമ്മൾ ജീവിതം എന്ന് അവരറിയണ്ട. പാവങ്ങളും പണക്കാരുണ്ട്. അവരെ ഹിന്ദു മുസ്ലിം എല്ലാ സമുദായവും ഒന്നായി കൂട്ടി യോജിപ്പിച്ചവരാണ്. ഇന്നീ നേരം വരെ അവരെ കൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടും പ്രയാസം ഉണ്ടായിട്ടില്ല. അല്ല, അതൊരു വലിയൊരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇങ്ങനെ ഒരു വിഷയം വന്നപ്പോൾ അയൽപക്കത്തുള്ള ആൾക്കാരൊക്കെ സീനത്താനെ അറിയുന്ന എല്ലാവരും സ്വാഭാവികമായിട്ട് അവരുടെ കൂടെ നിൽക്കുകയും അവരുടെ ഭാഗം കേൾക്കുകയും അവർക്ക് വേണ്ടി സംസാരിക്കുകയൊക്കെ ചെയ്യുന്നു എന്ന് ഇവർ തന്നെ വിളിച്ച് പറയുമ്പോൾ നല്ല അയൽപക്കക്കാർ അവർക്കൊരു നന്ദി ഞാൻ അറിയിക്കുകയാണ്. പക്ഷേ ആ ചെറിയൊരു തെറ്റിദ്ധാരണ മാറ്റണം. അത് വലിയൊരു മുറിവായിട്ട് മാറുന്നുണ്ട് എന്നുള്ളത് പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താമല്ലോ അല്ലേ? തീർച്ചയായിട്ടും ഇൻഷാ അല്ലാ.